പോകുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു തലപ്പാവ് ഉണ്ടാക്കിയാലോ? അതിനാവശ്യം ഒരു A4 ഷീറ്റും നമ്മളുടെ പഴയ നോട്ട്ബുക്കിൻ്റെ ഒരു കവർ പേജുമാണ്. ആദ്യം A4 ഷീറ്റിനെ നേരെ പകുതിയാക്കി മടക്കുക. അതിനുശേഷം ഞാൻ വരക്കുന്നത് പോലെ വരയ്ക്കുക. ഞാനിപ്പോൾ പെൻസിലിനെ കൊണ്ടാണ് വരച്ചത്. അതിനുശേഷം ഞാൻ ഡാർക്കാക്കി കാണിച്ചു തരാം. ഏകദേശം ഇതുപോലെ വരയ്ക്കുക. പേപ്പറിന്റെ മടക്കിയ വശം വരുന്ന രീതിയിലാണ് വരച്ചെടുക്കേണ്ടത്. അതിനുശേഷം വരയിലൂടെ കട്ട് ചെയ്തെടുക്കുക. അതിനെ നിവർത്തി വെച്ചാൽ നമുക്ക് ഒരു കിരീടത്തിന്റെ ഷേപ്പ് കിട്ടും. അതുപോലെ കവർ പേജിനെയും കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം 2 പീസ് തിനിയും ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഭംഗിയായി ഒട്ടിക്കുക. അടുത്തതായി നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്യാം. അതിനായി ഞാൻ ഇവിടെ കുറച്ച് ഗ്ലിറ്റർ പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് കിരീടത്തിലേക്ക് ഒട്ടിക്കാം. ഗ്ലിറ്റർ പേപ്പർ നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കെച്ച് പെൻസിലോ അതോ കളർ പെൻസിലോ ഉപയോഗിച്ച് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുത്തുകളോ കളർ പേപ്പേഴ്സോ ഉപയോഗിക്കാം.
അങ്ങനെ നമ്മളുടെ ഗ്ലിറ്റർ പേപ്പർ ഒട്ടിക്കുന്നത് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ സ്കെച്ച് പെൻസിൽ കൊണ്ട് ഇതിനെ കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഉണ്ണിക്കണ്ണന്റെ കിരീടത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്താണെന്നറിയാവോ കൂട്ടുകാർക്ക്? മയിൽപ്പീലി അല്ലേ? അതിനായി ഞാൻ ഇവിടെ ഒരു മയിൽപ്പീലി എടുത്തിട്ടുണ്ട്. കൂട്ടുകാരുടെ കയ്യിൽ മയിൽപ്പീലി ഇല്ലെങ്കിൽ പേപ്പർ കൊണ്ട് മയിൽപ്പീലി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു തരാം. ആവശ്യമുള്ളവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. മയിൽപ്പീലി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒട്ടിക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് മയിൽപ്പീലി എടുക്കാനും വെക്കാനും കഴിയുന്ന രീതിയിലാണ്. അതിനായി ഒരു കഷ്ണം പേപ്പർ എടുക്കുക. അതിന്റെ 3 വശങ്ങളിൽ മാത്രമായി ഗം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നമ്മളുടെ കിരീടത്തിന്റെ പിറകു വശത്ത് ഒട്ടിക്കുക. ഹായ്, മയിൽപ്പീലി വന്നപ്പോ എന്തു ഭംഗിയല്ലേ? അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ 2 വശത്തും 2 ഹോൾ ചെയ്യുക. അതിലൂടെ നമുക്ക് കിരീടം കെട്ടാനുള്ള ചരട് ഇടാം. ഇതുപോലെ 2 വശങ്ങളിലും ചരട് കെട്ടുക. നമ്മളുടെ കിരീടം റെഡി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും എൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ.